ചെസ് ലോകത്ത് നിന്ന് വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. തന്റെ വെറും 29-ാമത്തെ വയസ്സിൽ നമുക്കെല്ലാം പ്രിയങ്കരനായ ഡാനിയൽ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. വളരെയധികം വിഷമത്തോടെയാണ് ചെസ് ലോകം ഈ വാർത്തയോട് പ്രതികരിച്ചത്. ഡാനിയൽ ഒരു സ്ട്രോങ് ഗ്രാൻഡ് മാസ്റ്റർ മാത്രമായിരുന്നില്ല, നല്ലൊരു ടീച്ചറും കമന്റേറ്ററും, ഒരുപക്ഷെ പലരുടെയും ഏറ്റവും ഇഷ്ടപ്പെട്ട കമന്റേറ്ററും ആയിരുന്നു. ഇന്ന് ഡാനിയലിനോടുള്ള ഒരു ട്രിബ്യൂട്ടായിട്ടാണ് ഈ എളിയ വീഡിയോ ചെയ്യുന്നത്. ഡാനിയൽ കളിച്ച ഒരു അതിമനോഹരമായ ഗെയിമാണിത്. അതും കളിച്ചിരിക്കുന്നത് ചെസ് ലോകം ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് വാഴ്ത്തിയ സാക്ഷാൽ മാഗ്നസ് കാൾസന്റെ കൂടെയാണ്. ഇവിടെ വൈറ്റ് കളിക്കുന്ന മാഗ്നസ് കാൾസനാണ്, ബ്ലാക്ക് കളിക്കുന്നത് ഡാനിയലാണ്. കാൾസൺ സ്റ്റാർട്ട് ചെയ്യുവാണ് പോൺ E4, ഡാനിയൽ E5 കളിക്കുന്നു. നൈറ്റ് F3, നൈറ്റ് C6, ബിഷപ്പ് C4. അപ്പോൾ ഇറ്റാലിയൻ ഗെയിമാണ്. നൈറ്റ് F6, അപ്പോൾ 2 നൈറ്റ്സ് ഡിഫൻസിലോട്ട് പോവുകയാണ്. D3, H6 കളിച്ചിട്ട് G5 സ്ക്വയർ കൺട്രോൾ ചെയ്യുകയാണ്. A4 കളിക്കുന്നു, A5 കളിക്കുന്നു. നൈറ്റ് C3, ബിഷപ്പ് C5. അപ്പോൾ രണ്ട് നൈറ്റും ബിഷപ്പും ഇവിടെ ഡാനിയലിന്റെ പുറത്തിറക്കിയിരിക്കുകയാണ്. കാൾസനും അതുപോലെ തന്നെ രണ്ട് നൈറ്റിനെ ഒരു ബിഷപ്പിനെയും പുറത്തിറക്കിയിരിക്കുകയാണ്. ബിഷപ്പ് E3 കളിച്ചിട്ട് ഈ ബിഷപ്പിനെ ചലഞ്ച് ചെയ്യുകയാണ് കാൾസൺ. ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ വെട്ടുന്നു, പോൺ വെച്ച് തിരികെ വെട്ടുന്നു. പോൺ D6 കളിച്ചിട്ട് ബിഷപ്പിനെ ഓപ്പൺ അപ്പ് ആക്കാൻ നോക്കുകയാണ് ഡാനിയൽ. ക്വീൻ D2, ബിഷപ്പ് E6 കളിക്കുന്നു. ഇവിടെ കാൾസൺ ജസ്റ്റ് ക്വീൻ സൈഡ് ക്യാസൽ ചെയ്യുകയാണ്. എന്തുകൊണ്ട് ഇവിടെ ക്വീൻ സൈഡ് ക്യാസലിങ്ങിന് ശേഷം ബിഷപ്പ് വെച്ച് ബിഷപ്പ് എടുക്കണോ അതോ ഡാനിയൽ വേറെ എന്തെങ്കിലും കളിക്കണോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഡാനിയൽ കളിക്കുന്നത് ക്വീന് D7 എന്തുകൊണ്ടാണ് ഈ ഒരു ബിഷപ്പിനെ എടുത്തു കഴിഞ്ഞാലുള്ള കുഴപ്പം? ഈ ബിഷപ്പിനെ എടുത്തു കഴിഞ്ഞാലുള്ള കുഴപ്പം, ഈ പോൺ വെച്ച് വെട്ടുമ്പോൾ ഇവിടെ റൂക്കും ക്യൂനും ഒരു ബ്യൂട്ടിഫുൾ ഫയലിലോട്ട് വരും. അപ്പോൾ നല്ല അറ്റാക്ക് ഇവിടെ കാൾസിന് കിട്ടുന്നതാണ്. അതുകൊണ്ട് നേരിട്ട് ആ ഒരു എക്സ്ചേഞ്ചിന് മുതിർന്നില്ല. പകരം ക്വീന് D7 ഡാനിയൽ കളിക്കുന്നത്. ബിഷപ്പ് B5 കളിച്ചിട്ട് ആ ഒരു നൈറ്റിനെ പിൻ ചെയ്യുകയാണ് കാൾസൺ. ക്വീൻ ജസ്റ്റ് E7 പോകുന്നു. ഇനി വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വീൻ സൈഡ് അറ്റാക്ക് ഇവിടെ ഡാനിയലിന് കിട്ടുന്നതാണ്. പക്ഷേ കാൾസൺ അവിടേക്കൊന്നും പോകുന്നില്ല. H3 കളിച്ചിട്ട് G4 പ്രിപ്പയർ ചെയ്തിട്ട് ഒരു ബ്യൂട്ടിഫുൾ കിങ് സൈഡ് അറ്റാക്കാണ് ഇവിടെ കാൾസൺ പ്ലാൻ ചെയ്യുന്നത്. ഡാനിയൽ ഇവിടെ കളിക്കുവാണ് കിങ് സൈഡ് ക്യാസ്ലിംഗ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ക്യാസ്ലിംഗ് ആണ്. അപ്പോൾ ഇരുവർക്കും നല്ല ഒരുപാട് ചാൻസുകളുണ്ട്. ആര് ജയിക്കുമെന്ന് നോക്കാം. പോൺ G4 കളിച്ചു. G4 കളിച്ചും G5 അറ്റാക്ക് ഒക്കെയാണ് ഇവിടെ കാൾസന്റെ ഐഡിയ. ഇവിടെ ഡാനിയൽ കളിക്കുവാണ് നൈറ്റിനെ റീറൂട്ട് ചെയ്തിട്ട് ആ നൈറ്റിനെ കുറച്ചുകൂടെ ഒരു ക്വീൻ സൈഡിലേക്കുള്ള അറ്റാക്കിന് വേണ്ടി ഉപയോഗിക്കുവാണ് ഡാനിയൽ. റൂക്കിനെയും കൂടെ കളിയിലേക്ക് കൊണ്ടുവരികയാണ് കാൾസൺ. നൈറ്റ് B4 പോകുന്നു. സെൻറ്ററിലേക്ക് സ്ട്രൈക്ക് ചെയ്യുവാണ് പോൺ ടു D4 വെച്ചിട്ട്. C6 കളിച്ചിട്ട് ബിഷപ്പിനെ ഓടിച്ചു വിടുകയാണ്. ബിഷപ്പ് E2 പോകുന്നു. ഇനി ഫൈനലി സെൻറ്ററിലേക്ക് സ്ട്രൈക്ക് ചെയ്യണം. അപ്പോൾ സെൻറ്റർ തുറക്കാനാണ് ഇവിടെ ഡാനിയലിൻ്റെ ഉദ്ദേശം. പോൺ വെച്ച് വെട്ടുന്നു, പോൺ വെച്ച് വെട്ടുന്നു. ഇനിയിപ്പോൾ റൂക്കിന് നല്ലൊരു ഓപ്പൺ ഫയലിലോട്ട്, ഒരു സെമി ഓപ്പൺ ഫയലിലേക്ക് വരാവുന്നതാണ്. G5 കളിച്ചിട്ട് ഇവിടെ ഡാനിയലിൻ്റെ കിങ് സൈഡ് തുറക്കാൻ നോക്കുവാണ് ഇവിടെ കാൾസൺ. കാൾസൺ ഈ ഒരു മൂവ് കളിച്ചതോടെ ഇവിടെ H6 പോണിനെ വെട്ടിയെടുക്കാനാണ് കാൾസൺ ഇവിടെ എയിം ചെയ്യുന്നത്. ഡാനിയൽ ഇവിടെ കളിക്കുവാണ്. ആ ഒരു പോണിനെ ഇവിടെ നേരിട്ട് ഒന്നും ചെയ്യുന്നതിന് പകരം പോണിനെ പുഷ് ചെയ്തിട്ട് കാൾസന്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നൈറ്റ് പോയി, നൈറ്റ് ഇവിടെ E1 പോയി. ഇനിയാണ് പോൺ വെച്ച് പോണിനെ വെട്ടുന്നത്. ഇവിടെ വേണമെങ്കിൽ ഇവിടെ കാൾസന് നല്ലൊരു ഐഡിയ ആയിട്ട് പോൺ H4 ഒക്കെ കളിച്ചിട്ട് പൊസിഷൻ വീണ്ടും തുറക്കാവുന്നതാണ്. പക്ഷെ കളിയിൽ നടക്കുന്നത് ബിഷപ്പിനെ B5 ഒരു പക്ഷേ ഇവിടെ ബ്ലാക്കിന്റെ ക്വീൻ സൈഡ് അറ്റാക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു മൂവ് കളിച്ചത്. ബിഷപ്പ് B5 കളിച്ചിട്ട് ഇവിടെ ഡാനിയൽ പോൺ F6 കളിച്ചിട്ട് കിങ്ങിന് കുറച്ചും കൂടെ റൂം കൊടുക്കുകയാണ്, കുറച്ചും കൂടെ രക്ഷപ്പെടാനുള്ള സ്പേസ് കൊടുക്കുകയാണ്. ക്വീൻ ഇവിടെ E2 വരുന്നു. ഒരു പക്ഷേ ഇവിടെ ക്വീൻ H5 വന്നിട്ട് ഫുൾ കിങ് സൈഡ് അറ്റാക്കാണ് ഇവിടെ കാൾസൺ പ്ലാൻ ചെയ്യുന്നത്. ഇവിടെയാണ് ഡാനിയൽ സ്ക്രൂസ് മുറക്കുന്നത്. റൂക്കിനെ നല്ലൊരു ബ്യൂട്ടിഫുൾ ഫയലിലോട്ട് കൊണ്ടുവരുന്നു. റൂക്ക് C8 കൊണ്ടുവരുന്നു. നൈറ്റിനെയും കൂടെ കളിയിലേക്ക് ആക്ടിവേറ്റ് ആക്കി കൊണ്ടുവരാൻ നോക്കുകയാണ്. ഇവിടെയാണ് നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്യാനുള്ള അവസരം. ഈ പൊസിഷനിൽ നിങ്ങളാണ് ബ്ലാക്ക് കളിക്കുന്നതെങ്കിൽ എന്ത് മൂവ് കളിക്കും? ഡാനിയൽ ഒരു അതിഗംഭീരമായ ഒരു കോമ്പിനേഷനാണ് ഇവിടെ തുടങ്ങുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഡാനിയൽ സ്റ്റാർട്ട് ചെയ്യുന്നത് റൂക്ക് ടേക്സ് C3. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസ് ആണ്. അപ്പോൾ ഈ റൂക്കിനെ എടുത്തില്ലെങ്കിൽ വെറുതെ ഒരു നൈറ്റ് ഇവിടെ എക്സ്ട്രാ ഇവിടെ ഡാനിയലിന് കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കാൾസൺ പോൺ വെച്ച് റൂക്കിനെ എടുക്കുകയാണ്. ഇവിടെ നൈറ്റ് A2 ചെക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ കിങ് D2 പോകുന്നു ഇവിടെ കാൾസൺ. അപ്പോൾ കിങ്ങിനെ ഓടി രക്ഷപ്പെടുത്താനാണ് നോക്കുന്നത്. ഇവിടെ ഡാനിയൽ കളിക്കുവാണ്. എങ്ങനെയാണ് ഇവിടെ അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടത്? ഡാനിയൽ കളിക്കുവാണ്. ഇതിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫോളോ അപ്പ് ആണ്.
നൈറ്റ് ടേക്ക് C3. അപ്പോൾ ഇവിടെ വീണ്ടും ആദ്യം ഒരു റൂക്കിനെ അവിടെ എക്സ്ചേഞ്ച് സാക്രിഫൈസ് പോലെ കൊടുത്തു, ദാ ഇപ്പോൾ ഒരു നൈറ്റിനെയും കൊടുക്കുന്നു. എങ്ങാനും ഈ ഒരു നൈറ്റിനെ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഇത് ഇമ്മീഡിയറ്റ്ലി ചെക്ക്മേറ്റ് ആയിപ്പോൾ Queen B4 ഇമ്മീഡിയറ്റ്ലി ചെക്ക്മേറ്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ കാൾസൺ അതിന് മുതിരുന്നില്ല. കാൾസൺ എന്താണ് കളിക്കുന്നത്? ക്വീനിനെ ഈവണിലോട്ടാണ് കളിക്കുന്നത്. ഇവിടെ ഡാനിയൽ Queen B4 കളിച്ചിട്ട് ഇനി ആ നൈറ്റ് മാറിക്കഴിയുമ്പോൾ കുറച്ച് ഡിസ്കവേർഡ് ചെക്സ് ആണ് ത്രെട്ടൻ ചെയ്യുന്നത്. കാൾസൺ എന്താണ് ഇവിടെ ചെയ്യുന്നത്? കാൾസൺ ഇപ്പോൾ ബിഷപ്പ് വെച്ച് നൈറ്റിനെ വെട്ടുകയാണ് ചെയ്യുന്നത്. ഡാനിയൽ ജസ്റ്റ് ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ വെട്ടുന്നു. ഇനി ക്വീൻ ഈ സൈഡിലോട്ട് വന്നിട്ട് A1 വന്നിട്ട് ഇങ്ങനെ നൈറ്റിനെ നേടാൻ നോക്കുകയാണ്. ഇപ്പോൾ തൽക്കാലം ഡിസ്കവേർഡ് ചെക്കുകൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ ഇങ്ങനെ നേരിടാന്നുള്ള രീതിയിൽ കാൾസൺ ഇവിടെ കളിക്കുന്നു. ഇവിടെ ജസ്റ്റ് റൂക്ക് C8 വന്നിട്ട് ആ നൈറ്റിലേക്ക് ഒരു അഡീഷണൽ പ്രൊട്ടക്ഷൻ നൽകുകയാണ്. കിങ് ജസ്റ്റ് ഓടിപ്പോകുന്നു. ഇനി എങ്ങനെയാണ് ഇവിടെ ഡാനിയൽ ഇവിടെ ജയിക്കുന്നത്? ഓക്കെ, ഇവിടെ കുറച്ച് ഡിസ്കവേർഡ് ചെക്കുകളൊക്കെ ഉണ്ട്, പക്ഷെ എങ്ങനെയാണ് കറക്റ്റായിട്ട് ജയിക്കാൻ പറ്റുക? ഡാനിയൽ ഏറ്റവും മനോഹരമായ ഫോളോ അപ്പ് തന്നെയാണ് കളിക്കുന്നത്. നൈറ്റ് B1 ചെക്ക്, കിങ് F2 വരുമ്പോൾ റൂക്കും കൂടെ കളിയിലേക്ക് വരുവാണ്. റൂക്ക് ടേക്ക് C2 ചെക്ക്, കിങ് G3. ഇവിടെ ക്വീനിനെ ഇവിടെ D6 വന്ന് ചെക്ക് കൊടുക്കുമ്പോൾ കാൾസൺ റിസൈൻ ചെയ്യാണ്. എന്തുകൊണ്ടാണ് ഇവിടെ കാൾസൺ റിസൈൻ ചെയ്തത്? കാരണം ഇവിടെ ഇപ്പോൾ ആകെയുള്ള ഏറ്റവും ബെസ്റ്റ് കണ്ടിന്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റിനെയും കൂടെ കൊടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ പോൺ വെച്ച് വെട്ടി ചെക്കാണ്. ഇനിയിപ്പോൾ വേറെന്താ മൂവുള്ളത്? പോൺ വെച്ച് തന്നെ വെട്ടണമല്ലോ. ഇങ്ങനെ കളിക്കുമ്പോൾ ഒരു ഏറ്റവും മനോഹരമായ രീതിയിൽ ഇവിടെ ഡാനിയലിനെ ഫിനിഷ് ചെയ്യാം. ഞങ്ങൾക്ക് ഈ മൂവ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ബ്യൂട്ടിഫുൾ ആയുള്ള കോമ്പിനേഷനാണ്. ഇവിടെ കാൾസന് മനസ്സിലായി ഡാനിയൽ ഈ കോമ്പിനേഷൻ എല്ലാം വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ കാൾസൺ റിസൈൻ ചെയ്തത്. ആ മൂവ് ഇതാണ്, റൂക്ക് F2 ആണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇവിടെ ക്വീൻ ടേക്സ് F4 ഒരു മെയ്റ്റാണ് ത്രെട്ടൻ ചെയ്യുന്നത് ഡാനിയൽ. ഇനിയിപ്പോൾ കിങ് വെച്ച് റൂക്കിനെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചെക്ക് വരും. ഇനിയിപ്പോൾ കിങ് E2 വരുമ്പോൾ ഇവിടേക്കൊരു ചെക്ക് മാറുമ്പോൾ വീണ്ടും ഒരു ചെക്ക്. ഇനിയിപ്പോൾ ഇവിടേക്ക് മാറിയില്ല, അപ്പുറത്തോട്ട് മാറിയാലും ഇങ്ങനെ ഒരു മൂവിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെക്ക് മേറ്റിംഗ് അറ്റാക്കാണ്. ഇനി കിങ് ഇവിടെ ഓടിപ്പോകുന്നേ ഉള്ളൂ. ജസ്റ്റ് ഇവിടെ ക്വീൻ F3 വരും. ഇനി ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ക്വീൻ ടേക്സ് H3, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെക്ക് മേറ്റ് ആണ്. അപ്പോൾ ഒരിക്കൽ കൂടെ ഡാനിയലിന് ഒരു ആദരാഞ്ജലികൾ നേരുകയാണ്. ഒരുപാട് ഇഷ്ടമുള്ള ഒരു കമൻറ്റേറ്റർ ആയിരുന്നു ഡാനിയൽ. അപ്പോൾ ഒരിക്കൽ കൂടെ അനുശോചനം രേഖപ്പെടുത്തുന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.